ഹലോ ഗായ്സ്, എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിയമ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, സ്വകാര്യതയുടെ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിൽ ഒരു മെസ്സേജ് നമുക്ക് വരും, നമ്മുടെ ഫോണിലേക്ക് വരും. ഇത് ഏതോ ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നത്. പക്ഷേ ഈ പ്രൈവറ്റ് ഏജൻസിക്ക് നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഡാറ്റാസ് എങ്ങനെ കിട്ടി? നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെ ഗവൺമെൻറ് തലത്തിൽ നമ്മൾ പലതിനും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഡാറ്റാസ്, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള നമ്മുടെ വെയർ ബോർഡ്സ് എല്ലാം നമ്മൾ ഡാറ്റാസ് അത് നമ്മൾ ഗവൺമെൻറ് തലത്തിൽ കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് വേറെ ഏതോ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് കൈമാറിയിരിക്കുകയാണ്. സ്വകാര്യതയുടെ ഏറ്റവും വലിയ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി അതിനെതിരെ കറക്റ്റായിട്ട് വളരെ വലിയ തോതിൽ വിമർശിച്ചിട്ടുണ്ട്. ഈ ഡേറ്റാസ് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് കൊടുത്തത്? ഇതെങ്ങനെയാണ് ജീവനക്കാർക്ക് സന്ദേശം അയക്കുന്നത്? ജീവനക്കാർക്ക് മാത്രമല്ല, നമ്മൾ സാധാരണ ജനങ്ങൾക്കും സന്ദേശങ്ങൾ അയക്കുകയാണ്. പെൻഷൻ വാങ്ങിച്ചവർക്ക്, സാധാരണ ജനങ്ങൾക്ക്, നമ്മൾ സംരംഭകർ എന്ന രീതിയിൽ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്തവർക്ക്. ഇപ്പം ഞാൻ 2021 ഉദ്യം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഓഫീസും എൻ്റെ ബിസിനസ്സും. അപ്പോൾ അതനുസരിച്ചും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം തിരഞ്ഞു പിടിച്ചും പിന്നെ സാധാരണക്കാർക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ആൾക്കാർക്കും 20 ലക്ഷത്തിന് മുകളിൽ എത്രയോ 27-30 ലക്ഷം ആൾക്കാർക്ക് ഇത് അയച്ചു കഴിഞ്ഞു. നമ്മുടെ എല്ലാം ഫോൺ നമ്പറിലേക്ക് വരികയാണ്. അപ്പം നവകേരള സർവേക്ക് പിന്നാലെ അടുത്ത ഒരു തട്ടിപ്പ്, കാരണം മൂന്നാമതും പിണറായി സർക്കാർ കയറിയില്ലെങ്കിൽ ഇതെല്ലാം ജയിലിൽ പോകും. അപ്പോൾ ഏത് വിധേനയും ഗവൺമെൻറ്റിന് അടുത്ത മൂന്നാമതും ഗവൺമെൻറ് തലത്തിൽ ഈ ഒരു ഗവൺമെൻറ്റിന് കയറിയേ പറ്റൂ, അല്ലെങ്കിൽ പിണറായി വിജയന് കയറിയേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നത്. അതിൽ ഹൈക്കോടതി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വകാര്യതയുടെ ഭയങ്കര ലംഘനമാണ് നടന്നിരിക്കുന്നത്. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. മുൻകാല ഉത്തരവുകൾ